പ്രധാനമന്ത്രിയുടെ അടുത്ത സന്ദർശനം കേരളത്തിലേക്കാണ്. നാളെയാണ് അദ്ദേഹം തലസ്ഥാനത്തേക്ക് എത്തുക. അദ്ദേഹത്തെ വരവേൽക്കാനായി അനന്തപുരി ഒരുങ്ങിക്കഴിഞ്ഞു. കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. രാവിലെ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. കെ വിനോദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിനോദ്, നാളെ പ്രധാനമന്ത്രി എപ്പോഴാകും തിരുവനന്തപുരത്തേക്ക് എത്തുക? നാളത്തെ അദ്ദേഹത്തിന്റെ പ്രധാന പരിപാടികൾ എന്തൊക്കെ? അനു, നാളെ പ്രധാനമന്ത്രി തലസ്ഥാനത്ത് എത്തുകയാണ്. ഈ വർഷം ആദ്യമായി അദ്ദേഹം തലസ്ഥാനത്തേക്ക് എത്തുന്നു. കേരളത്തിൽ ഇതിനു മുമ്പ് വന്നിരുന്നു, പക്ഷെ തലസ്ഥാനത്തേക്ക് ഈ വർഷം ആദ്യമായി എത്തുകയാണ് അദ്ദേഹം. നമ്മൾക്കറിയാം, നേരത്തെ അദ്ദേഹം പുതിയ ട്രെയിൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, വന്ദേ ഭാരത് ട്രെയിൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് തിരുവനന്തപുരത്ത് എത്തിയത്. അതിനുശേഷം അദ്ദേഹം തലസ്ഥാനത്തേക്ക് എത്തുന്നു. നാളെ പ്രധാനമായും 2 പരിപാടികളാണ് പ്രധാനമന്ത്രിക്ക് തലസ്ഥാനത്തുള്ളത്. രാവിലെ 9:30 അദ്ദേഹം എത്തുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് VSSൽ ഒരു ഔദ്യോഗിക പരിപാടിയുണ്ട്. അതിൻ്റെ ലോഞ്ചിങ് അടക്കമുള്ള പരിപാടികളുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. അതിനുശേഷം 11 മണിയോടുകൂടി സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് കേരള പദയാത്രയുടെ സമാപന സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുക. 10,000-കണക്കിന് BJP പ്രവർത്തകർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. കനത്ത സുരക്ഷാ ഏർപ്പാടുകളും നാളത്തെ ഗതാഗത നിയന്ത്രണങ്ങളും എല്ലാം തന്നെ ഇപ്പോൾ സജ്ജമായി കഴിഞ്ഞു. നഗരത്തിലൊന്നാകെ കൊടിതോരണങ്ങളും നരേന്ദ്രമോദിയെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകളും എല്ലാം ഉയർന്നു കഴിഞ്ഞു. പൊതുവെ വലിയ ആവേശത്തിലാണ് തലസ്ഥാനത്തെ BJP പ്രവർത്തകർ. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അങ്ങനെ വരാനിരിക്കുമ്പോൾ BJPക്ക് പ്രതീക്ഷയുള്ള കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം. നമുക്കറിയാം, തിരുവനന്തപുരം മണ്ഡലം നേരിയ വോട്ട് വ്യത്യാസത്തിനാണ് BJPക്ക് കുറേ കാലങ്ങളായി നഷ്ടപ്പെടുന്നത്. ചെറിയ ഒരു മാർജിൻ ഉണ്ടെങ്കിൽ അവിടെ വിജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം കൂടി കണക്കിലെടുത്ത് പ്രധാനമന്ത്രിയുടെ നാളത്തെ പരിപാടി വമ്പൻ വിജയമാക്കാനാണ് BJP സംഘാടകരുടെ തീരുമാനം. അതിനു വേണ്ടിയിട്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. നമുക്കറിയാം, BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിച്ച കേരള പദയാത്ര വിവിധ ജില്ലകൾ കൂടി പര്യടനം നടത്തി. നാളെ തിരുവനന്തപുരം ജില്ലയിൽ അതിൻ്റെ സമാപനം കൂടി പ്രഖ്യാപിക്കുകയാണ്. സമാപന സമ്മേളനത്തിൽ കൂടിയാണ് സമാപിക്കുകയാണ്. ആ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയാണ് പ്രധാനമന്ത്രി. അതുകൊണ്ട് വലിയ ആവേശോജ്വലമായ ഒരു സമ്മേളനമാകും നാളെ നടക്കുക. അതിനു വേണ്ടിയിട്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. പ്രധാനമന്ത്രി നാളെ VSSലെ പരിപാടിക്ക് ശേഷം ഈ BJP പ്രവർത്തകർ പങ്കെടുക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലെ വലിയ മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ശേഷം അദ്ദേഹത്തിന് കോയമ്പത്തൂരിൽ ഒരു പരിപാടിയുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്റർ മാർഗമാണ് അദ്ദേഹം കോയമ്പത്തൂരിലേക്ക് പോകുക. അവിടെ ആ പരിപാടിക്ക് ശേഷം വീണ്ടും അദ്ദേഹം തിരികെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി അവിടെ നിന്നാണ് ഡൽഹിയിലേക്ക് മടങ്ങുക. ഇതാണ് ഇപ്പോഴത്തെ യാത്രാ പരിപാടി. എന്തായാലും നാളെ പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ എല്ലാവിധ ഒരുക്കങ്ങളും തലസ്ഥാനത്ത് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അനു, തീർച്ചയായും വിനോദ്, ആവർത്തിച്ച പ്രധാനമന്ത്രി കേരളത്തിലേക്ക് നടത്തുന്ന സന്ദർശനങ്ങൾ BJP പ്രവർത്തകർക്കും മാത്രമല്ല മലയാളികൾക്കാകമാനം നൽകുന്ന ആത്മവിശ്വാസവും ധൈര്യവും ഒന്ന് വേറെ തന്നെയാണ്. എന്തായാലും നാളെ പ്രധാനമന്ത്രി തലസ്ഥാന നഗരിയിലേക്ക് എത്തുമ്പോൾ അത് തത്സമയ കവറേജുമായി ജനം TVയും പ്രേക്ഷകരിലേക്ക് മുമ്പിലെത്തും. എന്തായാലും നാളെ രാവിലെ മുതൽ തത്സമയ വിവരണങ്ങളുണ്ടാവും. സമഗ്രമായ ഒരുക്കങ്ങളാണ് ജനം TVയും ഇതിനായി നടത്തുന്നത്.